ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ കേൾക്കുന്നത് ഗെത്സമീൻ തോട്ടത്തെ കുറിച്ചാണ്. ജെറൂസലേമിലെ ഒലിവ് മലയുടെ പടിഞ്ഞാറേ ചരിവിൽ കാണപ്പെടുന്ന ഒരു തോട്ടമാണ് ഗെത്സമീൻ തോട്ടം. ഒരുപക്ഷെ അത് ഒലിവിന്റെ തന്നെ തോട്ടമായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഗെത്സമീൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ ഹീബ്രു വാക്കുകളുടെ അർത്ഥം ഒലിവ് ചക്ക് അല്ലെങ്കിൽ ഒലിവ് പ്രസ് എന്നൊക്കെയാണ്. ഇവിടെ ഈ തോട്ടത്തിൽ ഈശോനാഥൻ തീവ്ര വേദനയാൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുകയാണ്. മറുവശത്ത് ഈശോനാഥൻ യാക്കോബും യോഹന്നാനെ പത്രോസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വചനം പറയുന്നത് അവർ വ്യസനത്താൽ അവർ ഉറങ്ങിപ്പോയി, അവർ നിദ്രയിലാർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ ഇടത്ത് ഈശോനാഥൻ തീവ്ര വേദനയാൽ പ്രാർത്ഥിക്കുന്നു, മറുവശത്ത് ഉറങ്ങിപ്പോകുന്നു. രണ്ട് മുഖങ്ങൾ. ഈ തപസ് കാലത്ത് ഗെത്സമേൻ തോട്ടത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 46-ാം വാക്യം, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഉറങ്ങാതെ, അലസരാകാതെ, മടി പിടിക്കാതെ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.